BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ചോറ്റാനിക്കരയിൽ 4 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുടെ കാമുകനായിരുന്ന 1-ാം പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. കൊലപാതക കുറ്റം തെളിയിക്കാനായില്ലെന്ന് വിലയിരുത്തിയാണ് എറണാകുളം മീമ്പാറ കൊന്നംപറമ്പിൽ രഞ്ജിത്തിന്റെ വധശിക്ഷ ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാറും ജസ്റ്റിസ് VM ശ്യാംകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. രഞ്ജിത്ത് 2-ാം പ്രതിയും കുട്ടിയുടെ അമ്മയുമായ തിരുവാണിയൂർ ആലുങ്കൽ റാണി, സുഹൃത്ത് തിരുവാണിയൂർ പുരിക്കാട്ടിൽ ബേസിൽ K ബാബു എന്നിവർക്കെതിരെ നരഹത്യ കുറ്റമേ നിലനിൽക്കുവില്ലെന്നും കോടതി വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂവർക്കും ജീവപര്യന്തം തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷിച്ചു. ഗൂഢാലോചനയടക്കമുള്ള കുറ്റത്തിന് 7 വർഷം ശിക്ഷ വിധിച്ചു. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീലും 1-ാം പ്രതിയുടെ വധശിക്ഷ ശരിവയ്ക്കാനായി സർക്കാർ നൽകിയ റഫറൽ ഹർജിയുമാണ് ഹൈക്കോടതി പരിഗണിച്ചത്. 2013 ഒക്ടോബർ 29 അമ്മയും കാമുകന്മാരും ചേർന്ന് ബാലികയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. യുവതി ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു. ബന്ധത്തിലുള്ളതായിരുന്നു കുട്ടി. കൊലപ്പെടുത്തിയ ശേഷം കുട്ടിയുടെ മൃതദേഹം ആരക്കുന്നം കടക്കാവളവിൽ മണ്ണെടുക്കുന്ന സ്ഥലത്ത് മറവ് ചെയ്തു. അതിനുശേഷം കുട്ടിയെ കാണാനില്ലെന്നും പോലീസിൽ പരാതി നൽകി. പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപ്പെടുത്തിയതാണെന്ന് മനസ്സിലായത്. എന്നാൽ കൊലക്കുറ്റം തെളിയിക്കാനായില്ലെന്നും കോടതി വിലയിരുത്തുകയായിരുന്നു. ബംഗാളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിതല ഇടപെടൽ അനിവാര്യമാണെന്ന് വെള്ളിയാഴ്ച കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗം വിലയിരുത്തി. മന്ത്രിതലത്തിലുള്ള ഇടപെടൽ അല്ലാതെ പൊതുമരാമത്ത് വിഭാഗവും ജല അതോറിറ്റിയും തമ്മിലെ തർക്കം പരിഹരിക്കാൻ സാധ്യമല്ലെന്നും എൽദോസ് കുന്നപ്പള്ളി MLA അറിയിച്ചു. BMNBC നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയ MM റോഡ് വെട്ടിപ്പൊളിക്കാൻ നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നടപടിയാകില്ല. മന്ത്രിതലത്തിൽ പ്രത്യേക തീരുമാനമെടുത്താൽ മാത്രമേ പൈപ്പിടൽ പൂർത്തീകരിച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനാകൂ. വരുന്ന ആഴ്ച 2 മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും കളക്ടറുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർക്കുമെന്നും MLA അറിയിച്ചു. പലയിടങ്ങളിലും പൊട്ടിയ കാലപ്പഴക്കം ചെന്ന പൈപ്പ് മാറ്റിയിടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി 9 കോടി രൂപ അനുമതിയായ ശേഷം PWDയും ജല അതോറിറ്റിയും തമ്മിലെ തർക്കം മൂലം ജനങ്ങൾക്ക് അവകാശപ്പെട്ട കുടിവെള്ളം നിഷേധിക്കപ്പെടുന്നത് വിഷമകരമായ അവസ്ഥയാണെന്നും യോഗം വിലയിരുത്തി. പഞ്ചായത്തിലെ പടിഞ്ഞാറ് മേഖലയായ വലിയ കുളം, ഈരച്ചൻ കവല, കഥകളിക്കുന്ന്, ഊട്ടിമറ്റം എന്നിവിടങ്ങളിലാണ് തുടർച്ചയായി കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. അടിക്കടി പൈപ്പ് പൊട്ടുന്നതുകൊണ്ടാണ് കുടിവെള്ള വിതരണം മുടങ്ങുന്നതെന്നും ഇതിനുത്തരവാദി MLA ആണെന്നും കഴിഞ്ഞ ബുധനാഴ്ച പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വെള്ളിയാഴ്ച കളക്ടറുടെ ചേംബറിൽ വീണ്ടും ചർച്ച നടത്താൻ തീരുമാനിച്ചത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. എളമക്കരയിൽ യുവാവ് റോഡിൽ മരിച്ചു കിടന്നത് കൊലപാതകമാണെന്ന് വ്യക്തമായി. മരോട്ടിച്ചുവട് പാലത്തിന് താഴെ താമസിക്കുന്ന പ്രവീൺ കൊല്ലപ്പെട്ട കേസിൽ കൊല്ലം സ്വദേശി ഷമീറിനെ അറസ്റ്റ് ചെയ്തു. തൃപ്പൂണിത്തുറ സ്വദേശിയായ മറ്റൊരാളെ കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണം. ഓണദിവസമായ ഇന്നലെ പുലർച്ചെയാണ് പ്രവീണിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടെത്തിയതിനാൽ ഇന്നലെ തന്നെ കൊലപാതകമാണെന്ന് സംശയമുണ്ടായിരുന്നു. പുലർച്ചെ നടുറോഡിൽ യുവാവ് മരിച്ചു കിടക്കുന്നത് കണ്ട പ്രദേശവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ പേരിൽ സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കി നോർത്ത് റെയിൽവേ സ്റ്റേഷനിലൂടെ സർവീസ് നടത്തുന്ന വേണാട് എക്സ്പ്രസ് സമയക്രമം പാലിക്കുന്നില്ലെന്ന് പരാതി. വേണാടിന് എത്തി എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഇറങ്ങി തേവര, പശ്ചിമകൊച്ചി ഭാഗങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരാണ് വലയുന്നത്. രാവിലെ നോർത്തിൽ ഇറങ്ങിയ ശേഷം പത്മ വഴി MG റോഡിലൂടെയുള്ള ബസ് കിട്ടാൻ അരമണിക്കൂറോളം യാത്രക്കാർ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി തേവര ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ മെട്രോ റെയിലിനെ ആശ്രയിക്കണം. എന്നാലും സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, മഹാരാജാസ് കോളേജ് മെട്രോ സ്റ്റേഷനുകളിൽ ഇറങ്ങിയ ശേഷം ബസ്സിൽ കയറി വേണം പശ്ചിമ കൊച്ചി ഭാഗങ്ങളിലേക്ക് പോകാൻ. ഇതിനിടെയാണ് രാവിലെ വേണാടിന്റെ വൈകിയോട്ടം. 9:50 ടൗൺ സ്റ്റേഷനിലെത്തേണ്ട വേണാട് പലപ്പോഴും 10 ശേഷമാണ് എത്തുന്നത്. രാവിലെ 9:45 വേണാട് നോർത്തിലെത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യത്തിനിടെയാണ് ഈ വൈകിയോട്ടം.
കാർഡുടമകളെ വലച്ച് ഓണക്കാലത്തും റേഷൻ വിതരണം മുടങ്ങി. തൊഴിലാളി സമരം മൂലമാണ് റേഷൻ വിതരണം മുടങ്ങിയത്. വാതിൽപ്പടി റേഷൻ വിതരണം നടത്തുന്ന കരാറുകാർക്ക് കൂലി ലഭിക്കാത്തതാണ് ഇത്തവണയും സമരത്തിനിടയാക്കിയത്. കഴിഞ്ഞ 4 മാസമായി സർക്കാർ നൽകേണ്ട വാതിൽപ്പടി വിതരണ കൂലി നൽകാത്തത് മൂലം തുടർച്ചയായി എല്ലാ മാസവും സമരം മൂലം വിതരണ സ്തംഭനം തുടരുകയാണ്. സമരപ്രതിസന്ധിയിൽ കരാറുകാരുമായി ഒത്തുതീർപ്പുണ്ടാകുമെങ്കിലും അത് പാലിക്കപ്പെടാത്തതാണ് തുടർ സമരങ്ങൾക്കിടയാക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നു. കൂലി കുടിശ്ശികയെ തുടർന്ന് റേഷൻ വാതിൽപ്പടി തൊഴിലാളികളും വണ്ടിയുടമകളും സമരം തുടങ്ങിയതോടെ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലാണ്. FCI ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ കയറ്റിയിറക്കി നടത്തുന്ന തൊഴിലാളികളും സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ലോറി ഉടമകളുമാണ് സമരത്തിലുള്ളത്. ഇവർക്ക് മാസങ്ങളായി കൂലിയോ വണ്ടി വാടകയോ കരാറുകാർ നൽകുന്നില്ല. കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നൽകാത്തതാണ് തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക വരാൻ കാരണമെന്നാണ് കരാറുകാർ പറയുന്നത്. ഇനി അവധി ദിനങ്ങൾ കഴിഞ്ഞ് ബുധനാഴ്ച മുതൽ മാത്രമേ റേഷൻ കടകളിൽ സാധനങ്ങൾ വിതരണം നടക്കുകയുള്ളൂ. റേഷൻ സാധനം എത്താതായതോടെ ഓണക്കാലത്തും പല കടകളും തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. റേഷൻ സാധനങ്ങൾ വാങ്ങാൻ കാർഡുടമകൾ എത്തുമ്പോൾ സാധനങ്ങൾ ഇല്ല എന്ന് പറയുന്നത് മൂലം വ്യാപാരികളും കാർഡുടമകളും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നുമുണ്ട്. സമരം തുടർന്നാൽ അത് റേഷൻ വിതരണത്തെ കാര്യമായി ബാധിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.